യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ നാഥാനീ മതിയേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. നിൻ കൃപ മതിയെനിക്ക് നാഥാനീ മതിയെനിക്ക് നിൻ കൃപ മതിയെനിക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. അതായത് ഒരു വയനാട്ടിലെ ഒരു ചെടുത്തിയുടെ സാക്ഷ്യമാണ് ഞാൻ കേട്ടതാണ്. അതായത് അനിത എന്നാ ചേച്ചിയുടെ പേര്. അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറയണത്, അവർ ഉടമ്പടി എടുത്ത ഉടനെ ഒരു സ്വപ്നം കാണും. സ്വപ്നം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും ദൈവം ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും. എന്നിട്ട് പെട്ടെന്ന് രണ്ട് ചിറകുകൾ അവർക്ക് കൊടുക്കും. ഇവർ ഒരു പ്രഷിതയാണ് ശരിക്കും. ആ സ്ഥലത്തുള്ള സഭാപ്രവർത്തകയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ അവരൊന്ന് ഉടമ്പടി എടുക്കാൻ കാരണം അവരുടെ ഒരു മകള് രണ്ട് മക്കളുണ്ട്. രണ്ട് മക്കളിൽ ഒരു മകൾ രണ്ടും ഒരേ സമയത്ത് ഇരട്ടസന്തതികളാണ്. ഒരേ സമയത്ത് ഇങ്ങനെ പഠിച്ചു വരികയാണെങ്കിലും ഒരു കൊച്ചിന് ഫിസിക്കലി ഹാൻഡിക്യാപ്പാണ്. അപ്പോൾ അവളോട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇരട്ടസന്തതികൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അവസാനം 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരുത്തിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തത് പറയുമ്പോൾ എന്ത് സങ്കടമായിരിക്കും. അപ്പം അതാണ് അവരൊന്ന് ഉടമ്പടി എടുക്കുന്നത്. അതാണ് അവരുടെ സങ്കടം. അതാണ് ഉടമ്പടി എടുക്കുന്നത്. പിന്നെ അവരുടെ ചേട്ടൻ്റെ വീടുണ്ട്. ഭയങ്കര ഒത്തിരി കല്യാണങ്ങളും തറവാട്ടിൽ ഒത്തിരി വിഭവങ്ങൾ ഒരുമിച്ച് താമസിച്ചതും ഒത്തിരിയേറെ അടിയന്തരങ്ങൾ നടന്ന പഴയൊരു വീടാണ്. പക്ഷേ ഒരിക്കലും ആ വീടൊന്ന് പൊളിച്ചു പണിയാനോ അവിടെ ഒന്ന് നല്ലവണ്ണം ഒരു മനുഷ്യനെ അന്തസ്സോടുകൂടി ജീവിക്കാനോ പറ്റണില്ല. അപ്പോൾ അതും അവർ ഉടമ്പടി വിഷയമാക്കി. ഒരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ട് അതും ഉടമ്പടി വിഷയമാക്കി. ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള മകൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയല്ലോ, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? അവരെ ഒരു പാറപ്പുറത്തേക്ക് ദൈവം കയറ്റി നിർത്തുന്ന. പിന്നെന്താണ്? 2 ചിറകുകൾ നൽകപ്പെടുന്നു. ഉടമ്പടിയിൽ എപ്പോഴും ആൾക്കാർ സ്വപ്നം കാണും. ഞാനും കണ്ടിട്ടുണ്ട് സ്വപ്നം, ചിറകുള്ള മാതാവിനെ. അത് ചിറകുള്ള ഇപ്പം നടന്നു വരണ കാര്യവും പറന്നു പോകുന്ന കാര്യവും സ്പീഡിന് വ്യത്യാസമുണ്ടല്ലേ? ഈ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പക്ഷെ പാറപ്പുറത്ത് കയറ്റി നിർത്തിയിട്ട് മാത്രമേ നിനക്ക് സ്പീഡ് ഉണ്ടാകത്തുള്ളൂ. ഈ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് നിനക്ക് സ്പീഡ് കിട്ടത്തില്ല. നീ ആൾക്കാരുമായിട്ട് ഗുസ്തിയും വഴക്കവും വൈരാഗ്യവും മത്സരവും പ്രതികാരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേറ്റിൽ നശക്കുഴി കിടന്നാൽ ഉടമ്പടി നിന്നെ പെട്ടെന്ന് പാറപ്പുറത്തേക്ക് കയറ്റി നിർത്തും. എന്താണ് പാറപ്പുറം എന്ന് പറയണത്? 4:7:24 എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യമാണ്. അപ്പൊ ഭവനം പാറമേൽ പണി ചെയ്യുകയാണ് ചെയ്യണത്. അതിന് ബുദ്ധിപരമായ വിഷയമായിട്ടാണ് ദൈവം കാണുന്നത്. ഇൻ്റലക്ച്വൽ ഏർപ്പാടാണത്, ബുദ്ധിപരമാണ്, ഇമോഷണൽ അല്ല. ചൊല്ലുകയാണെങ്കിൽ ഇമോഷണലാണ് ഇല്ലേ? ആൾക്കാർ ചൊല്ലുമല്ല പ്രാർത്ഥനകളൊക്കെ, ഇമോഷണലായിട്ടൊക്കെ ചെല്ലും. കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ആൾക്കാർ കരയണം കണ്ടിട്ടില്ലേ? അപ്പോൾ കുരിശിൻ്റെ വഴി പിന്നെ ചിലപ്പോൾ സമയത്ത് ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ച് ആൾക്കാർ വിറച്ചതുള്ളും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആൾക്കാർ കാണിക്കും. ഇമോഷണലാണതല്ല. പക്ഷേ കർത്താവ് പറയണത് ഉടമ്പടി ജീവിതം ഇമോഷണൽ അല്ല, ഇൻ്റലക്ച്വലാണ്. അതാണ് വിഷയം. ചൊല്ലണ കാര്യങ്ങളല്ല ഇമോഷണലാണ്. മനസ്സിലായില്ലേ? എത്രയും തുള്ള മതം 1000 പ്രാവശ്യം ചൊല്ലിയെന്നൊക്കെ പറയത്തില്ലേ? ചൊല്ലണ കാര്യം ഇമോഷണലാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നീ ഒരു പാറപ്പുറത്തൊന്നും ആകത്തില്ല. അതാണ് വിഷയം.
അതാണ് ഈ നാശക്കുഴി കിടന്ന് തന്നെ നിനക്ക് ചെല്ലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്യണതാണ്, ചെല്ലുകയല്ല. ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. അപ്പോൾ ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. പാറ ഉണ്ടാകുന്നതും ഈ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കൊണ്ട് ജീവിതം പുനഃക്രമിച്ച് കഴിയുമ്പോൾ അവൻ പാറമേലായി. പിന്നെ ഉടനെ സ്പീഡ് നൽകും, ചിറക് നൽകും. അതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ബദിരിയായ കൊച്ച് അമ്മയോട് പറയും, അമ്മ ഞാനൊരു സ്വപ്നം കണ്ട് എനിക്ക് 84% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞ് നിനക്ക് 84% മാർക്ക് കിട്ടത്തില്ല, പക്ഷെ നീ ജയിക്കും, നിന്നെ പരീക്ഷയ്ക്ക് അവരെടുക്കുമെന്ന് പറഞ്ഞ്. അതാണ് വിഷയം. അമ്മക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് അതാണ്. പക്ഷേ 84% മാർക്ക് ചേച്ചിക്കാണ് കിട്ടിയത്, ഹാൻഡിക്യാപ്പ് അല്ലാത്ത ചേച്ചിക്ക്. പക്ഷേ ഹാൻഡിക്യാപ്പായി ഇവൾക്ക് കിട്ടിയിരിക്കുന്ന 79% മാർക്ക് കിട്ടി. കൈ ഇടിച്ച് കർത്താവിനെ ഉടമ്പടിയെടുത്ത മക്കള് ഈശോയെ നിബന്ധനകള് വിശ്വാസം പാലിച്ച് പോലെ വിശ്വാസം ഉയർത്തപ്പെടുവാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം, ആരാധന, ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇത് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി. അതെന്ത് സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉൽപ്പത്തി 13:12 ടേക്ക് ദ വേർഡ് ഓഫ് ഗാഡ്. ഉൽപ്പത്തി 13:12. ഉൽപ്പത്തി 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. അബ്രഹാം കാനാൻ ദേശത്ത്, ഒന്ന് പറഞ്ഞേ. അബ്രഹാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. ലോത്ത് സമതലത്തിൽ. അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു. അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു. സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. അപ്പൊ ഈ ആൾക്കാരുടെ കൂടെയാണ് നീ കൂടാരം അടിച്ചിരിക്കണമെങ്കിൽ നിന്റെ സഹവർത്തിത്വവും സൗഹൃദ വളയുമെങ്കിലും ഉടമ്പടി കിതക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. ഇത് 13:12 ലോത്ത് കൂടാരമടിച്ച്. എബ്രഹാം ഹാരാനിൽ കൂടാരമടിച്ചിട്ട് അവൻ ചെയ്തത് എന്താണെന്നറിയാമോ? അങ്ങനെ വചനമുണ്ട്, ബലിപീഠം നിർമ്മിച്ചെന്ന്. ശ്രുതികയുടെ മക്കളെ, യേശു സ്വസ്ഥം. ഉൽപ്പത്തി 13:18 വായിച്ചോളൂ. അബ്രാം തന്റെ കൂടാരം മാറ്റി എബ്രഹാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ഇത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ബലിപീഠം വരുന്നത്. നമ്മൾ ആദ്യം മുതൽ നോക്കിയാൽ മനസ്സിലാകും.
നമ്മുടെ ബലിപീഠം ഉടമ്പടിയല്ലേ? ഇല്ല, പുതിയ നിയമത്തിൽ ബലിപീഠവും കർത്താവിൻ്റെ പുതിയ ഉടമ്പടിയാണ്. അപ്പം ദൈവവും മനുഷ്യനും തമ്മിലുള്ള നീ എൻ്റെ വചനങ്ങൾ നിർവർത്തിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതാണ് ആ വചനം നിവർത്തിക്കാനും ആ നിവർത്തിച്ചു എന്നുള്ള കാര്യം അനുഷ്ഠാനങ്ങളിലൂടെ ദൈവതിരുസന്നിധി പ്രകടമാക്കാനുള്ള ഒരു മീഡിയമാണ് ഈ ബലിപീഠമായിട്ട് വരണത്. എബ്രാഹാം ഉടനെ കവനൻ്റ് നവീകരിക്കുകയാണ് ചെയ്യണത്. ലോത്തുമായിട്ട് വിട്ടുപോരും. ലോത്തുമായിട്ട് പിന്നെ അവനെ സഹകരിക്കത്തില്ല. ലോത്തിന് വിട്ടുപോന്നിട്ട് ഹാരാനിൽ അവൻ കൂടാരം അടിക്കും. ലോത്തിൻ്റെ കൂടാരം അടിച്ചിരുന്നെങ്കിൽ കാര്യം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രാഹാം ഹാരാനിൽ നിന്ന് പോന്നു. അവൻ അവിടെ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളാണ്. അങ്ങനെ എബ്രാഹാം അല്ലെങ്കിലും ആ നാട്ടുകാരെ വൃത്തികെട്ട മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ള മ്ലേച്ഛമായ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല, അത് സാന്മാർഗ ജീവിതത്തെക്കുറിച്ച് ബോധമില്ല. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു അച്ചടക്കമില്ലാത്ത ജീവിതത്തിൽ നിന്ന് എബ്രാഹത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യത്തെ ലോത്ത് എബ്രാഹാം തന്നെ അട്ടിമറിക്കും. എന്താ കാര്യം? ലോത്തിനെ കൂടി കൊണ്ടുപോരും. അതാണ് വിഷയം വേണ്ടത്. ലോത്തിനെ കൂടി കൊണ്ടുപോരും. നമ്മളിപ്പോൾ കോവിഡിൻ്റെ മാസ്ക് ഒക്കെ വെച്ച് നടക്കത്തില്ല ആൾക്കാർ ഇല്ലേ? ആ മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? മാസ്ക് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് വിഷയം വേണ്ടത്. മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിൽ മാസ്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ അണുക്കളുള്ള മാസ്കുമായിട്ടാണ് എബ്രാഹാം പോകുന്നത്. ആ ലോത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം നിൻ്റെ കൂട്ടുകെട്ട് എന്താണെന്ന് നീ നോക്കണം. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കൂട്ടുകെട്ട് എന്താണ്? നിങ്ങൾ അവരുടെ സംസാര രീതികൾ എന്താണ്? അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അവരും ചിലപ്പോൾ നിൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അവർ പറയും വല്ലപാട് ഇതൊന്നും അവസാനിപ്പിക്കണം, എന്നിട്ട് വേണം അടിച്ചു പൊളിക്കാൻ. അങ്ങനെ ജീവിക്കുന്ന ആ ചിന്ത, ലോകചിന്ത ഉള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ ലോത്തുമാരോട് ഗുഡ് ബൈ പറയേണ്ടി വരും. ലുത്ത് ഗുഡ് ബൈ പറഞ്ഞില്ലെങ്കിൽ ദൈവം അതായത് നീ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ നിന്നെക്കൊണ്ട് എബ്രാഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വെട്ടിമുറിച്ച് ലോത്തിനെ കളയണ കണ്ടില്ലേ? ലോത്തിനെ കളയും. എബ്രാഹാം വലിച്ചുകൊണ്ട് നടന്നിട്ട് പോലും അവിടെ അടിയുണ്ടാക്കി. നീ ആരെങ്കിലും കൂടെ കൊണ്ടു നടന്നാൽ അവൻ തന്നെ നിനക്ക് പണി തരും. ദൈവത്തിന് നിരക്കാത്ത ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഉണ്ടാക്കിയ അവരിലും തന്നെ പണി തരും. എബ്രാഹത്തിന് ലോത്തുമായിട്ട് അടിയുണ്ടായില്ലേ? അടിയുണ്ടാക്കിയ വെച്ചാൽ അത് എരന്ന് മേടിച്ച് അടിയണത് ഉറപ്പല്ലേ? നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിയ മാനുഷ്യമായ ഒത്തുതീർപ്പിന് വന്നപ്പോൾ അടി എരന്ന് മേടിക്കും ആൾക്കാർ. എബ്രാഹാം അങ്ങനെ അടി എരന്ന് മേടിച്ച ആളാണ്. എന്താ കാര്യം? ലോത്തിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ലോത്തിൻ്റെ ഇടയന്മാർ എബ്രാഹത്തിൻ്റെ ഇടയന്മാർ തമ്മിൽ അടിയായി. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഉൽപ്പത്തി 13:5-6. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അങ്ങനെ അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കലഹം എബ്രാഹാം ഇരന്ന് മേടിച്ചതാണ്. മര്യാദക്ക് അവിടുന്ന് ഒറ്റക്ക് പോന്നാൽ മതിയായിരുന്നു. ഈ കാണ്ടാമൃഗത്തിനെ കെട്ടിയെടുത്തുകൊണ്ട് പോരേണ്ട ഒരു കഥയും ഇല്ലായിരുന്നു. അപ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്ന ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ ചില എന്തുകൊണ്ടാണ് ചില മലയാളികൾ ഗൾഫിലും കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുപോകാത്തത്? എന്താണ്? ഇവനവിടെ വന്ന് ഇവരിട്ട് തന്നെ പണി കൊടുക്കും. എത്ര പേർക്കാണ് പണി കിട്ടിയിരിക്കുന്നത്? അപ്പോൾ കൊണ്ടുപോകുമ്പോൾ നേരത്തെ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കണത്, നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്, പക്ഷേ നീ വന്ന് അവിടെ വന്ന് എനിക്കിട്ട് പണി ചെയ്യരുത്. എന്താ കാര്യത്തിൽ ഇവൻ ഈ കൊണ്ടുപോകണവന് വിദ്യാഭ്യാസം ഉണ്ടാകും കൂടുതൽ, മറ്റവന് കൊണ്ടുപോയവന് വിദ്യാഭ്യാസം കുറവായിരിക്കും. ഇവൻ അവിടെ ചെന്നിട്ട് ഇവൻ മാനേജറാകും. മാനേജറായിട്ട് ഇവനെ എങ്ങനെയും പുറത്ത് പോച്ച് അടിക്കാനായിരിക്കും നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മ്ലേച്ഛന്മാരായ മനുഷ്യർ ലോകത്ത് ഇത്തിരി ഉണ്ടാകും. ലോകത്തുമാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവം നിന്നോട് വരാൻ പറയുമ്പോൾ നീ ആണ് വരേണ്ടത്.
പിന്നെ ദൈവത്തിൽ നിരക്കാത്തവരെ വലിച്ചു കയറ്റി നിൻ്റെ കൂടെ കൊണ്ടു നിർത്തരുത് എന്ന് വെച്ചാൽ നിന്നെ ദൈവത്തിൽ നിന്ന്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കേണ്ടെന്നല്ല, നിന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയുള്ളവരെ. ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. കാര്യം അവന് ഇംഗ്ലണ്ടിൽ ഒരു പരിചയമില്ല, ഒരു പിടിപാടും ഇല്ല. അപ്പോൾ അവന് ഇംഗ്ലണ്ടിൽ പോകണം, അവന് വിസ എല്ലാം ഒക്കെയായി, പക്ഷെ താമസ സ്ഥലം ഒക്കെ ആയില്ല. അപ്പോൾ ആ മാതാവിൻ്റെ അടുത്ത് വന്ന് കണ്ണീരിട്ട്, മാതാവേ എനിക്ക് താമസിക്കാൻ ഒരു പരിചയവുമില്ല, ഞാൻ എൻ്റെ നാട് തന്നെ ഒരിടത്തും പുറത്ത് പോയിട്ടില്ല, പിന്നെ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇവിടെ പോയി താമസിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ മാതാവിൽ നിന്ന് കരചെയ്യാൻ. അപ്പം അമ്മയുടെ രീതി എന്ന് വെച്ചാൽ അമ്മയുടെ എല്ലാ സ്റ്റോക്ക് ഉണ്ടല്ലോ, അമ്മ ഇങ്ങനെ കലവറ കാണിച്ചു കൊടുക്കോട്ടെ. അമ്മ അവനൊരു ഇൻറ്റിമേഷൻ കൊടുത്തു, നീ ചുമ്മാ UK ഫ്രണ്ട്സിൻ്റെ ഇൻ്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സെർച്ചിൽ ഒരു ചേട്ടായിയെ കണ്ട്. അപ്പോൾ ഉടനെ ചേട്ടായി പണ്ട് ഇവൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് ഈ ജീസസ് യൂത്തിൽ. അപ്പോൾ ഇവൻ പറഞ്ഞ്, ചേട്ടായി ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഉടനെ ചേട്ടായി പറഞ്ഞു, നീ എളുപ്പം കയറി പോരൂ, നമ്മളിവിടെ 3 ക്രിസ്ത്യൻസാണ് ഉള്ളത്, 5 പേരുണ്ട്, 2 പേര് നോൺ ക്രിസ്ത്യൻസാണ്, 3 പേര് ക്രിസ്ത്യൻസാണ്. എൻ്റെ കാറിലാണ് അവരെ ഞാൻ പള്ളി കൊണ്ടുപോകുന്നത്, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, എളുപ്പം വരാം പറയാം. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ മക്കൾ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഉപ്പ് നോക്കാൻ, ഉടമ്പടി ഉപ്പ് നോക്കാൻ വന്നാൽ മിക്കവാറും ചുണ്ട് നോക്കി തമ്പരാൻ നല്ല വീക്ക് തരാൻ സാധ്യതയുണ്ട്. അത് ദൈവത്തെ പരീക്ഷിക്കാൻ വരിക. മറിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ദൈവമേ നീ മാത്രമേ ഉള്ളൂ, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടാത്തവനായി ജീവിക്കും എന്ന് പറഞ്ഞ് കണ്ണീരിട്ട് കഴിഞ്ഞാൽ കർത്താവ് ചൂണ്ടിക്കാണിച്ചു തരും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പം അങ്ങനെ പെട്ടെന്നെല്ലാം സെറ്റാവും. ദൈവത്തിൻ്റെ ഒരു വിടലെന്ന് വെച്ചാൽ ഉടനെ ചിറക് കിട്ടണം. ആ ചേച്ചിയുടെ മെസ്സേജ് എന്താ, കുഴഞ്ഞ് മറിഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് പാറമേൽ ദൈവം കയറ്റി നിർത്തിയിട്ട് 2 ചിറക് കൊടുത്തു. ചിറക് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാക്കിയെന്ന് എൻ്റെ അർത്ഥം. നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കും. പക്ഷേ എങ്ങനെയാണ് സ്പീഡാകണത് അതറിയണം. വെറുതെ കുത്തിയിരുന്ന സ്പീഡാകത്തില്ല. 7:24 വർക്ക് ചെയ്യണം. അവിടെ ദൈവവചനം കേൾക്കണം, പിന്നെന്താണ് അതനുസരിച്ച് ജീവിക്കണം. അപ്പോഴേ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ്. അതായത് ടാപ്പിംഗ് ഓഫ് ഗ്രേസ് ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ്. മനസ്സിലായോ? ടാപ്പിംഗ് ഓഫ് ഗ്രേസ്, കൃപ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, റബ്ബർ ടാപ്പിംഗ്, ചറമ ഊറ്റിയെടുക്കുക എന്നാണ് പരിപാടി. അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഗ്രേസ് ടാപ്പിങ്ങാണ് നടക്കുന്നത്, കൃപ കളക്ട് ചെയ്യണതാണ്. അത് ഒരു ഇമോഷണൽ വിഷയമല്ല. ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണെന്ന്, അത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ എന്തുമാത്രം നിങ്ങൾ അത് ചെയ്യുന്നു, എന്തുമാത്രം ചെയ്യുന്നു, ബുദ്ധിപരമായിട്ട് ആ വിഷയം ചെയ്യുന്നു, ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്തുമാത്രം ചെയ്യുന്നു അതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ഗ്രേസ് കലിബർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തല് കവനന്റ് അഫെയർ ഈസ് ഇൻ്റലക്ച്വൽ ബിസിനസ്. അതാണ് വിഷയം. എന്താണ്? ബുദ്ധിമാനായ പാറമേൽ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. എന്താ? ഇപ്പോൾ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ഒരു ഇമോഷണൽ ബിസിനസ് അല്ല, ഒരു വൈകാരികമായിട്ടുള്ള വിഷയങ്ങളല്ല. മറിച്ച് എന്താണ്? അത് ബുദ്ധിപരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഭൗതികമായ ഒരു നിക്ഷേപ രീതിയാണ്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ ഉടമ്പടിയിൽ എന്താ ഉള്ളത്? സിമ്പിളല്ലേ? ഉടമ്പടിയിൽ നമ്മളിപ്പോൾ കാത്തലിക്സിന് അറിയണമെങ്കിൽ അറിയാം, നമ്മൾ വേദപാഠത്തിൽ പഠിച്ച കാരുണ്യപ്രവൃത്തികളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്നത് എക്സ്ട്രാ ആയിട്ട് വല്ലതും ഉണ്ടോ? ഒരു ദുർവഹമായ ചുമടുകൾ മാതാവ് നിങ്ങളുടെ പെടലേക്ക് ഇട്ട് വെച്ചിട്ടില്ല. ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ അവൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ കാരുണ്യപ്രവൃത്തികൾ ചെയ്യണം, രോഗികളെ സന്ദർശിക്കണം. ക്ലിയർ അല്ലേ? കർത്താവിൻ്റെ ഭാഷ പറഞ്ഞ് അത് ബന്ധുക്കളല്ല,
ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെയാണ് കൂടുതൽ സന്ധിക്കേണ്ടത്. പിന്നെ അവരാരും സന്ധിക്കും? ഓരോരുത്തർ അവരുടെ ബന്ധുക്കളെ മാത്രം സന്ധിച്ചു കഴിഞ്ഞാൽ അത് മാനുഷികമാണ്. ഇപ്പം ചില വിശ്വാസങ്ങളിൽ അവരുടെ സഹോദരന്മാരോട് മാത്രമല്ല അവർക്ക് കൂറുള്ളൂ, സ്നേഹമുള്ളൂ. പക്ഷേ ക്രിസ്ത്യാനിറ്റി അങ്ങനെയല്ല, ശത്രുവിനോടും കൂറ് കാണിക്കണം. അതാണ് ദൈവികത എന്ന് പറയണത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന വിഷയം എന്ന് പറയുമ്പോൾ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം? കർത്താവ് ചോദിക്കണില്ലേ പ്രതിഫലത്തിന് എന്താണ് അവകാശം? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നേരിട്ട് റിട്ടേൺസ് ഒന്നും ഇല്ലാത്ത വിഷയങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതാണ് സിമ്പിളും. ഉടമ്പടി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്ഥലം. നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഈ റിട്ടേൺസ് ഇല്ലാത്ത. എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു. ഇപ്പം നിങ്ങൾ കുറേ വസ്ത്രം കൊണ്ട് തന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊരു ഓപ്പൺ കൗണ്ടർ ഇടാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ടവർ കാണത്തില്ലേ, ഇല്ലേ? അവർക്ക് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാം, ഞങ്ങൾക്ക് എൻ്റെ മകൾക്ക് സ്കൂളിൽ പഠിക്കുകയാണ്, എൻ്റെ പപ്പായ്ക്ക് ഇന്ന ജോലിയാണ്, ഉടുപ്പ് കുറവാണ്, അപ്പോൾ ഈ ഉടുപ്പുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ നിങ്ങളുടെ പേരെഴുതിയിട്ട് നിങ്ങൾ കയറി നോക്കാൻ പറയും. 10,000 ഉടുപ്പോടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് എടുക്കാൻ പറയും. അതാണ് ഇപ്പോഴത്തെ. ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ അത് വർക്കൗട്ട് ചെയ്യും. നമ്മൾ മുറികളൊന്നും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നവർ തന്നെ ഇവിടെ ഇപ്പോൾ ഒത്തിരി ഉടുപ്പുകൾ നമുക്ക് തരുന്നുണ്ട് ആൾക്കാർ കൊണ്ടുവന്ന്. പുതിയ ഉടുപ്പുകളാണ് പലതും തരുന്നത്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ടുണ്ടാകത്തില്ലേ? അപ്പോൾ അവരങ്ങനെ കയറി നോക്കി അതിൻ്റെ അകത്തൊരു പോക്കണം കേട്ടെന്ന് വിചാരിക്കരുത്. എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടുപ്പല്ലേ, അല്ല ജോസഫത്തിൻ്റെയും കൃപാസത്തിൻ്റെ ഉടുപ്പല്ലല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഉടുപ്പല്ലേ ഞാൻ തന്നെ. അത് അങ്ങനെ ചിന്തിച്ചാൽ മതി, വേറെ ചിന്തിക്കേണ്ട, മനുഷ്യമായി ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടുപ്പാണ്, അത് ഞാൻ നോക്കട്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ നോക്കണമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഉടുപ്പ് ആർക്കാണ് പറ്റുന്നതുണ്ടെങ്കിൽ നോക്കി എടുത്തിട്ട് ഡിനോട്ട് ചെയ്ത് പോകണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പേരിൽ പൊതിഞ്ഞ് വെച്ചേക്കും, നിങ്ങൾക്ക് ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അത് തന്ന ആൾക്കാരുടെ ബന്ധുക്കൾക്കല്ല നമ്മൾ കൊടുക്കണത്. അല്ല, ദൈവത്തിൻ്റെ ബന്ധുക്കൾക്കാണ് കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കണത്, അല്ലേ? ദൈവത്തിൻ്റെ ബന്ധുക്കൾക്കാണ് അത് കൊടുക്കണത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റായി, ബുദ്ധിപരമായ നിക്ഷേപമായി. കാര്യത്തിൽ നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് നേരിട്ട് കിട്ടണില്ല. അപ്പം നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരല്ലേ, ആവശ്യത്തിന് ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് റിട്ടേൺസ് ഉണ്ട്. കാര്യം എന്താണ്? ഒന്നുമില്ലെങ്കിൽ പള്ളിയിൽ പോകാനെങ്കിലും അവരെ കൂട്ടുവരുമല്ല നിങ്ങളുടെ കൂടെ. അതാണ് പ്രശ്നം. അതപ്പോൾ എന്തെങ്കിലും ഡയറക്റ്റ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റാണ്, ബൗദ്ധികമല്ല. അതൊരു വൈകാരികമായ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നാളെ സഹായിക്കും. നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് മാത്രം നിങ്ങൾ സഹായം കൊടുത്താൽ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, വൈകാരിക നിക്ഷേപമാണ്, റീഫണ്ട് ചെയ്യത്തില്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ വചനം കേട്ടിട്ട് പാറമേൽ ഭവനം പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യൻ്റെ തുല്യമാണ്. ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺസ് വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് കിട്ടത്തില്ല, ദൈവത്തിൽ നിന്ന് നേരിട്ടേ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോണതും രോഗികളെ കാണുന്നതും കയ്യിലുള്ള മടക്ക് അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊടുക്കണതും എല്ലാം. എന്താ അവർ നമുക്കറിയത്തില്ല, ഇനി ജന്മത്തിൽ അവർ കാണാനും പോണില്ല. അത് ബുദ്ധിപരമാണ്. അത് ബുദ്ധിമാനായ മനുഷ്യനെന്ന് ഈശോ പറഞ്ഞ കാര്യം അതാണ്. എൻ്റെ വചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ്. ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, വൈകാരികമല്ല, സഹജമല്ല ആ വിഷയം. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ട് ദൈവം മാത്രമാണ്, മനുഷ്യനല്ല. നമ്മൾ സഹായിക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കണത്? ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കണത്? ആ ഇൻ്റലിജൻ്റ് ക്വസ്റ്റ്യനാണിത്. ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കണത്? കാരണം നമുക്ക് ബന്ധം സ്വന്തമല്ലാത്ത ആൾക്കാർക്കാണ് നമ്മുടെ സഹായം കൊടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ അല്ല സഹായം കൊടുക്കുന്നത്, ദൈവത്തിനാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കാൻ കാരണം? അങ്ങനെ സഹായിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മരിയൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ്.
അമ്മ മാതാവിൻ്റെ ഒരു രീതികളുണ്ട്. എന്നുവെച്ചാൽ അമ്മ മാതാവിൻ്റെ രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം അമ്മ ഓരോ കാര്യം ചെയ്യും. ഇപ്പം വേദപാഠ പുസ്തകത്തിലുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. രോഗികളെ സന്ദർശിക്കുക, മരിച്ചവരെ അടക്കുക. ഇപ്പം നമ്മൾ അടക്കാൻ ചേരുമ്പോൾ മണ്ണിടത്തില്ലേ, അതൊക്കെ മരിച്ചവരെ അടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത കാരുണ്യ പ്രവൃത്തിയാണ്. അല്ലാതെ അവരുമായിട്ട് ബന്ധം പിരിയണം മണ്ണാങ്കട്ടയും കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ചുമ്മാ അലവലാദികൾ ആരോട് പറഞ്ഞ പ്രവൃത്തി. സംഭവം മരിച്ചവരെ അടക്കുക എന്നുള്ള പുണ്യപ്രവൃത്തിയാണ്. ആ മരിച്ചവരെ അടക്കാൻ നമുക്ക് പറ്റണത് ഒരു തവി മണ്ണെടുത്ത് അതിൻ്റെ തിടുകയാണ്. അത് പുണ്യപ്രവൃത്തിയാണത്. മരിച്ചവരടക്കുക അത് കാരുണ്യപ്രവൃത്തിയാണ്. പക്ഷെ കാരുണ്യപ്രവൃത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ചില പിള്ളേർ കുഴിക്കലൊക്കെ ചെല്ലുമ്പോൾ ഞാനും ഒരു 10,700 ചവ അടച്ചിട്ടുണ്ട്. അപ്പോൾ ചില പിള്ളേരവിടെ വന്നിട്ട് വാരി എറിയണ കാണാം. അടക്കി കഴിയുമ്പോഴേ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടാകുമല്ലോ അടക്കണ സ്ഥലത്ത്. അപ്പോൾ അവർ ആ കുഴിക്കാനുള്ള മണ്ണ് വാരി ഇടും. അവർക്ക് എന്ത് വല്ല പൊത്തും ബോധമുണ്ട്. ഇങ്ങനെയും നമുക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാം. മനസ്സിലായില്ല? മരിച്ചവരെ അടക്കുന്ന പോലെ വാരി ഇടാം. അതല്ല, അങ്ങനെയുള്ള അഭ്യാസങ്ങളല്ല സംഭവം. മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്, ഇപ്പം അമ്മ യേശുവിനെ സ്വീകരിക്കാനും യേശുവിനെ കൊടുക്കാനും ഒരു മരിയൻ മെത്തേഡ് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കാര്യം? എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്തെല്ലാം ഇവരെന്നാ ഈ പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഓഫ് ചെയ്യാൻ പറയത്തില്ലേ, അല്ലേ? പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ മൊബൈൽ ഓഫ് ചെയ്യാൻ പറയും. ഇതുപോലെ ഇന്ധനം നിറക്കുന്ന സമയത്തൊക്കെ അമ്മ നിശബ്ദയായിരിക്കും. പവർ അടിക്കുന്ന സമയത്തെ അമ്മ നിശബ്ദയായിരിക്കും. ബൈബിൾ എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാണ് പറയണത്. ഇന്ധനം നിറക്കണം നടത്താം, പവർ ആർജിക്കുകയാണ്. അമ്മ ഭയങ്കര ഒന്നാമത്തെ ഇവർ ബോധജ്ഞാനത്തിന് സിംഹാസനമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഉടമ്പടി ഇത്രയും ഇടിവെട്ട് കത്താൻ കാര്യം ഇതിനകത്തും ഇടിവെട്ട് സ്പിരിച്വാലിറ്റിയാണ്, മരിയ സ്പിരിച്വാലിറ്റിയാണ്. എന്താ കാര്യം? ഇവർ ഇന്ധനം നിറക്കണ സമയമൊക്കെ അവർക്ക് നല്ലവണ്ണം അറിയാം. അവനോട് പിച്ചുമ്പയും പറഞ്ഞ് എന്നോട് അങ്ങനെ ചെയ്തില്ലേ, എന്നോട് പറഞ്ഞത് യാക്കോബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും, ദാവീദിനെ സിംഹാസനം തരും, ആനക്കൂനൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യത്തൊടുത്താണല്ലോ കിട്ടിയത്. അങ്ങനെ ഡയലോഗൊന്നും ഫിറ്റ് ചെയ്യാതെ മര്യാദയ്ക്ക് ഇന്ധനം ആ സമയത്ത് അപ്പൻ പറഞ്ഞ കാര്യങ്ങൾ മൗനമായിട്ട് സ്നേഹത്തോടെ. ഇവിടെയാണ് പ്രോബ്ലം. കാറ്റക്കിസം പുസ്തകം വായിച്ചാൽ നമ്മളാരും വിശുദ്ധരാകത്തില്ല. മരിയം പുസ്തകം വായിക്കണം. കാറ്റക്കിസം പുസ്തകത്തിലെ കാരുണ്യ പ്രവൃത്തികൾ സാങ്കേതികമായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ മരിയം പുസ്തകത്തിലെ അമ്മ ഇതെങ്ങനെ ചെയ്തത്? അമ്മ ആ ജോലി ചെയ്തത് ഔട്ട് ഓഫ് ലവ്, ഔട്ട് ഓഫ് ഫെയ്ത്ത്, ഔട്ട് ഓഫ് ഫിഡലിറ്റി, ഔട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. 4 കാര്യങ്ങളിലാണ് അമ്മ ഇത് ചെയ്തിരിക്കുന്നത്. ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും അമ്മ ചെയ്ത പോലെ ചെയ്യണം. അപ്പോഴാണ് ഈ സംഭവം പാറമേൽ കയറ്റി നിർത്താൻ പറ്റണത്. അപ്പോഴാണ് ചിറകടിക്കണത്. മനസ്സിലായില്ലേ? ഇതിന് ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്തത്? അമ്മ ഈജിപ്തിലോട്ട് പോകാൻ പറയുമ്പോഴും ആള് ചൊരക്കുഞ്ഞിനെയും കൊണ്ട് പായും. പക്ഷെ ആരോടും പരാതി പറയത്തില്ല. അവരോടും അവസാനം അത്യൻ്റെ പുത്രനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു അത്യൻ്റെ പുത്രനെ പുള്ളിക്കാരത്തെ തന്നെ രക്ഷിക്കാൻ വേണ്ടി 4 കാലേബിന് ഓടേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? അപ്പം വിശ്വാസം ജീവിതവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. വിശ്വാസത്തിൽ കേട്ടതും വചനത്തിൽ കേട്ടതെന്ത്, ജീവിതത്തിൽ നടക്കണതെന്ത് തമ്മിൽ കടലും കടലാടിയും പോലെ ബന്ധമില്ലാത്തപ്പോൾ ഇവർ പൂർണ്ണ നിശബ്ദത പാലിച്ചിട്ട് ഇന്ധനം നടക്കുന്ന നിശബ്ദത പാക്ക് ചെയ്യും. അത് അതിമനോഹരമായ. അമ്മ എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? അമ്മ എന്തുകൊണ്ടാണ് ഈ നിശബ്ദത പാലിച്ചപ്പോൾ അമ്മ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബുദ്ധി എന്താണ്? അതായത് ഇന്ധനം നിറക്കുകയാണ്, അപ്പായുടെ ശക്തി നിറയ്ക്കുകയാണ്, അപ്പായുടെ കൃപ നിറയുകയാണ്. അത് അവിടെ പാലിക്കേണ്ടത് സമർപ്പണമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് നിശബ്ദതയുടെ അടിസ്ഥാനം. ഇതാ കർത്താവിൻ്റെ ദാസി. ഓരോ ചെയ്ത്തിലും അമ്മ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡാണ്, ദൈവത്തിൻ്റെ ദാസനാണ്. അവനധികം സംസാരിക്കുകയില്ല. എൻ്റെ ദാസൻ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? അവൻ ചതഞ്ഞ് ഞാൻ കണ്ണ് ഒടിക്കത്തില്ല, പുറഞ്ഞ തിരിക്കെടുത്തത്തില്ലെന്ന് ഐസയ 53:7 പറയുന്നില്ലേ? അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും വൈരുദ്ധ്യാത്മകമായിട്ടുള്ള
അനുഭവങ്ങൾ കാരണം ദൈവമായിട്ട് നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. ഇറ്റ് ഈസ് നോൺ സെൻസ്, ഇറ്റ് ഈസ് ഇമോഷണൽ. അത് ഒരു അയുക്തികമാണ്, അതേസമയം തന്നെ വൈകാരികമാണ്. പക്ഷേ യു മസ്റ്റ് ഹാവ് മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇൻ്റലക്ച്വൽ. നിങ്ങൾക്ക് മാതാവിനെ പോലെയുള്ള ഒരു നിക്ഷേപ മാനസികാവസ്ഥ ഉണ്ടാകണം. അത് ബുദ്ധിപരമാണ്. എന്താണ്? ഇപ്പം തന്നെ 119 സങ്കീർത്തനം 11 വാക്യം വായിക്കുക, ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 119 സങ്കീർത്തനം 11 തിരുവചനം. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന്, എന്ന് പറഞ്ഞ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതാ സംഭവം. അതായത് ദൈവം പറഞ്ഞ ഓരോ വചനവും ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളതാണ്. അല്ല പിച്ചുമ്പയും പറഞ്ഞ് എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയല്ല പറഞ്ഞത്, അവ യാക്കോബിൻ്റെ കൊത്ത് വലിയവനായിരിക്കുന്നു പറഞ്ഞല്ല, ദാവീദിൻ്റെ സിംഹാസനത്തിലാവെന്ന് പറഞ്ഞല്ല, എന്നിട്ട് ചാണാത്തൊടുത്തിലല്ല വന്ന് കിടക്കണത്. ഇങ്ങനെയൊന്ന് ഡയലോഗ് ഒന്ന് ഇമോഷണൽ വിഷയമാണ്. അങ്ങനെയല്ല, അത് ഇൻ്റലിജൻ്റായിട്ടാണ് ചെയ്യേണ്ടത്. എന്താ കാര്യം? ഒന്നുകൂടി വായിച്ച വചനം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന്. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ദൈവത്തിനെതിരെ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം ദൈവം പറഞ്ഞതും നമുക്ക് സംഭവിക്കണം തമ്മിൽ രാത്രിയും പകലും പോലും വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ സാധ്യതയുണ്ട്, പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:11 പറയണത്. പറഞ്ഞോളൂ. ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാ പറയണതേ. അതാ പക്ഷേ 2:19, 2:52 ലൂക്കാന്റെ സുവിശേഷം. മേരി എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു. എന്തിനാണ് സൂക്ഷിച്ചത്? അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന്. എന്ന് പറഞ്ഞ് എന്റെ വിരുദ്ധ അനുഭവങ്ങളെ, വിശ്വാസ വിരുദ്ധ അനുഭവങ്ങളെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. നെക്സ്റ്റ് വേർഡ് ഓഫ് ഗോഡ്, ടേക്ക് ഇറ്റ്. പറഞ്ഞോളൂ അടുത്ത വചനം. കർത്താവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. പ്രൈസ് ലോർഡ്. അപ്പൊ ഈ ഹൃദയത്തെ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കുക കൂടിയാണ്. അതായത് പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം ദൈവം നമുക്ക് തരുന്ന ഓഫറും നമ്മുടെ അനുഭവങ്ങളും തമ്മിൽ രാത്രിയും പകലും പോലെ വാളും പരിചയവും ഓങ്ങി നിൽക്കും. അപ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് അവിടെ ഉള്ളത്. അങ്ങനെ സംഗ്രഹിക്കുക സംഭവിക്കണമെന്ന് വെച്ചാൽ നാക്കിട്ടടിക്കരുതെന്ന് നടത്താം. മനസ്സിലായ? നാട്ടുകാരെ വിളിച്ച് പറയരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ, അവരോട് അവരുടെ അഭിപ്രായങ്ങൾ തിരക്കി. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് തിരക്കി പിടിച്ച് അവർ മൊബൈലിൽ വിളിച്ചിട്ട് അവർ പറയണം. അപ്പോൾ അവർ പറയും നീയാടി വായിട്ട് കൊന്നും കേട്ട് കിടക്കുക, എൻ്റെ അടുത്താണ് ഈ നമ്പർ കാണിക്കണമെങ്കിൽ ഒറ്റട്ടി 2 പല്ലപ്പത്തേക്ക് താഴെ നമുക്കിട്ട ഉപദേശം അതല്ലേ. ഇങ്ങനെയുള്ള പേപ്പട്ടികളുടെ വലിയൊരു ഉപദേശം ചോദിക്കുക. അതുകൊണ്ടാണ് അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഇങ്ങനെയുള്ള പേപ്പട്ടികളോട് സംസാരിക്കുന്നതിന് പകരം അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തെ സംഗ്രഹിച്ചു. ദാറ്റ് ഈസ് മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് മാതാവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഒന്നുറങ്ങിക്കൊണ്ട് നേരെ വിളിക്കത്തില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. കഴിഞ്ഞ ധ്യാനത്തിൽ എന്താ ഈശോ പറഞ്ഞത്? ചില വചനങ്ങൾ ഞാൻ ഈ ഭൂമി വെച്ച് അവരോട് പാലിക്കത്തില്ല, പക്ഷെ അവരോട് നീ പറയണം. അത് പാലിക്കുന്ന ഒരു സമയത്ത് അവർ കൃപയുടെ സാമ്രാട്ടന്മാരായി മാറും. കൈയിടിച്ച് കർത്താവ് നിൻ കൃപ മതി
തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. എൻ്റെ മക്കളെ, 10,000 സൗഖ്യം പ്രാപിച്ച ഒരിടമാണ്. 10,000 ആരാധന നടന്ന ആ മാതാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ദൈവം എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന് ഇവിടെ അറുതി ഉണ്ടാകും. അതിന് താമസം വരത്തില്ല. എൻ്റെ മക്കൾ അച്ഛൻ്റെ വചനങ്ങൾ കേട്ടിട്ട് അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് പുനഃക്രമീകരിച്ചാൽ മതി. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞതും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചൂണ്ടിക്കാണിച്ചു തന്നതും ദൈവത്തിൻ്റെ വഴികളാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ഈ വചനം കേട്ടുകഴിയുമ്പോൾ ആണ് കർത്താവ് എപ്പോഴും രോഗശാന്തി നടത്തണത്. കർത്താവ് ജീവിച്ചിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന കാലത്ത് എപ്പോഴെല്ലാം വചനം പ്രഘോഷിച്ചു കഴിഞ്ഞ് കർത്താവ് രോഗശാന്തി നടത്തുമായിരുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വാസം നിറഞ്ഞ ഒരു ജനങ്ങളിലാണ് കർത്താവ് സൗഖ്യം നൽകണത്. എൻ്റെ മക്കൾ, രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക. ഓൺലൈനിലുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ചില രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതിനേക്കാളുപരി അത് അതിജീവിക്കാനുള്ള കരുത്തിന് വേണ്ടി അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ രോഗികളും, ഉള്ളംകാലം മുതൽ ഉച്ച വരെയുള്ള രോഗികൾ, ശ്വാസകോശ രോഗികൾ, ശ്വാസം മുട്ടൽ രോഗികൾ, ആർബുദ രോഗികൾ, അസ്ഥി രോഗികൾ, പിസിഒഡി രോഗികൾ, പിസ്റ്റുല രോഗികൾ, കിഡ്നി രോഗികൾ, സ്പോണ്ടിലോസ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, ശിരസ്സിലെ ഹാമറേജ് ഉണ്ടായിട്ടുള്ളവർ, മെനിഞ്ചിറ്റിസ് ഉണ്ടായിട്ടുള്ളവർ, കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവർ, വാതരോഗികൾ, ഗർഭാശയ രോഗികൾ, മൂത്രാശയ രോഗികൾ, കുടലിൽ പഴുപ്പുള്ളവർ, നടുവിലിന് വേദനയുള്ളവർ, ബ്രസ്റ്റിന് മുഴയുള്ളവർ, ശരീരത്തിന് മുഴയുള്ളവർ, എല്ലായിടത്തും കൈകൾ വെച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലെ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുനാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. സദയം തുടേനേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേനേ സദയം തുടേനേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഈ മണ്ണ് നിങ്ങളുടെ കണ്ണുനീര് ഏറ്റുവാങ്ങാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചെടുത്തൊരു മണ്ണാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മനുഷ്യന്മാരും കണ്ണുനീര് തുടച്ച് സാക്ഷ്യം പറയുന്ന അത് കേൾക്കുമ്പോൾ തന്നെയൊക്കെ മനസ്സിലാകും. മനുഷ്യൻ്റെ എല്ലാവിധ വേദനകളും ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർക്ക്, സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക്, റവന്യൂ റിക്കവറി വരാൻ പോകുന്നവർക്ക്, അതുപോലെ തന്നെ യാത്രയിലാകാൻ പോകുന്നവർക്ക്, പരീക്ഷയിലാകാൻ പോകുന്നവർക്ക്, അങ്ങനെ ജോലി സംബന്ധമായ, വസ്തു സംബന്ധമായ, ജീവിത സംബന്ധമായ
എല്ലാ കാര്യങ്ങളും, വീടില്ലാത്തവർക്ക്, അങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഉടമ്പടി നിങ്ങൾ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഉടമ്പടി പുതുക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ ഇടിമിന്നൽ പോലെ ഇടപെടലുണ്ടായി നിങ്ങൾക്കെല്ലാം സാക്ഷ്യം പറയാൻ വേണ്ടി സ്തുതിക്കട്ടെ. എല്ലാ ഉടമ്പടി നിയോഗങ്ങളെയും കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സാമ്പത്തിക കടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ ജീവിത അവസ്ഥകളെ കർത്താവ്, ഭവനരഹിതര്, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, സ്വസ്ഥതയില്ലാത്തവർ, സമാധാനം ഇല്ലാത്തവർ, ജോലി സ്ഥലത്ത് പ്രോബ്ലം ഉള്ളവർ, ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവെ പെൻഷൻ ലഭിക്കാത്തവർ, അങ്ങനെ പല തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ, പരീക്ഷ എഴുതിയിരിക്കുന്നവർ, തോറ്റവർ, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന റീവാലുവേഷന് കൊടുത്തവർ, ഭാഗോടപടി നടക്കാത്തവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ തീരാവേദികൾ, എല്ലാവിധ ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു നാമം നിർവീര്യമാകട്ടെ. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊഴേണേ, സുഖമായി എൻ്റെ ഉള്ളം. ഇരിക്കുക. അവസാനം ഒരു 5 മിനിറ്റ് തരാം. അപ്പം മുട്ടി നിന്നാൽ മതി. സമാപനാശീർവാദം മുമ്പ് എന്തെങ്കിലും വിഷയങ്ങൾ സ്വകാര്യമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആശീർവാദം മുമ്പുള്ള 5 മിനിറ്റ് തരും. ഇപ്പോൾ അറിയിപ്പാണ്. കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മുമ്പിൽ സമയമില്ലാത്ത എല്ലാ വിഷയങ്ങളും രേഖയുണ്ടെങ്കിൽ അച്ഛനവരെ കണ്ട് പ്രാർത്ഥിക്കാനും ബ്ലസ് ചെയ്യാനും അവസരമുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ വിഷയത്തിൻ്റെ എമർജൻസി കാണിക്കുന്ന രേഖ കൊണ്ടുവരണം. ഉടമ്പടി പുതുക്കിയതായിരിക്കുമോ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തതോ ആയിരിക്കണം. എല്ലാ ദിവസവും വിദ്യാർത്ഥികൾക്കും അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പരീക്ഷ പ്രാർത്ഥന ലഭിക്കുന്നതായിരിക്കും. പ്രൊഫഷണൽസിന് നിങ്ങളിവിടെ രോഗികളെയും കൊണ്ട് വരുന്ന ദിവസം അച്ഛനെ കാണാൻ നിർബന്ധമുള്ളവർ അച്ഛനുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി, നിങ്ങൾ വരുന്ന ദിവസം അച്ഛനുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി 9447285400 വിളിക്കുക. പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക്, അന്യ ദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കും കൃപാസനത്തിൽ സുരക്ഷിതമായി വന്ന് താമസിച്ച് പ്രാർത്ഥന കൂടുന്നതിനായിട്ട് അവർക്ക് 5 വർഷത്തേക്ക് ഒരു മുറി കൊടുക്കും. 4 ദിവസം 5 വർഷത്തേക്ക് ഒരു വർഷം 4 ദിവസം വെച്ച് ഫ്രീ ആയിട്ട് ഒരു മുറി കൊടുക്കുന്നതാണ്. അതിനു വേണ്ടിയുള്ള പ്രോജക്റ്റിന് 94 47 69 68 15 നമ്പർ വിളിക്കുക. കൃപാസനത്തിൽ പ്രേക്ഷിത വേല ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, മിഷണറീസ് ഓഫ് മരീൻ പാരിഷൻസ് അങ്ങനെയുള്ളവർ 82 81 29 75 11 നമ്പറിൽ വിളിക്കുക. കൃപാസനത്തിൻ്റെ എല്ലാവിധ 9 ഭാഷകളിലെ പത്രമുണ്ട്. ഇറ്റാലിയൻ, ജർമ്മൻ ഉൾപ്പെടെ നമ്മുടെ മറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, ആ സ്ഥലങ്ങളുടെ പ്രേക്ഷിത വിലക്ക് പോകുന്നവർ ആ ഭാഷയിലെ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. കൃപാസനത്തിൽ നിന്ന് സാമ്പത്തിക നിങ്ങളിൽ നിന്ന് ഇപ്പം നമ്മളുടെ തന്നെ ഐഡിയൊക്കെ അടിച്ചു മാറ്റിയിട്ട് ചില ആൾക്കാർ കൃപാസനത്തിൽ നിന്നാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിക്കുന്നു. അപ്പം അത് ഹാക്കേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം അങ്ങനെ ഒരിക്കലും ഒരു സാമ്പത്തികമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. നിങ്ങൾ ഇവിടുത്തെ നോക്കിയാൽ മനസ്സിലാവും ഇവിടുത്തെ അവസ്ഥകൾ എന്താ. അങ്ങനെ ആർക്കെങ്കിലും സാമ്പത്തികം കൊടുക്കണമെന്നുണ്ടെങ്കിൽ
അവർ ഫൈനാൻസ് സെക്രട്ടറി കണ്ടിട്ട് പൈസ കൊടുത്തിട്ട് രേഖ എഴുതി വാങ്ങിക്കണം. രേഖ എഴുതി വാങ്ങിക്കാത്ത കൃപാസനത്തിൻ്റെ ലെറ്റർ പാഡിൽ അല്ല രസീത് ബുക്കിൽ ഒപ്പിട്ട് വാങ്ങിക്കാത്ത ഒരു സഹായവും ആർക്കും ഇവിടെ വെച്ച് കൈമാറരുത്. അതൊന്നും കൃപാസനത്തിന് ലഭിക്കത്തില്ല. അതെപ്പോഴും ആളറിയാതെ നിങ്ങളൊന്നും കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും കൊടുത്ത് തുലച്ചിട്ട് പോകാൻ ഉദ്ദേശിക്കുക, അത് ദൈവത്തിന് അത് പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, രസീത് തരണമെന്ന് പറയണം. അല്ലെങ്കിൽ ആ വാങ്ങിക്കുന്നവരുടെയും കുടുംബം പൊടിഞ്ഞു പോകുകയുള്ളൂ, നിങ്ങളുടെ പൈസ വാങ്ങിച്ചടിച്ച് മാറ്റുന്നവരെ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ആരൊക്കെയാണ് കയറി ഓഫീസിൽ ഇരിക്കണമെന്ന് അറിയത്തില്ല. തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരെ കയറ്റിയിരുത്തും. ചിലപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് കൃപാസനത്തിൻ്റെ ആൾക്കാരാണെന്ന് വിചാരിക്കും. ആൾക്കാരാണ്. നിങ്ങൾക്ക് ഉടനെ ചെയ്യേണ്ടത് രസീത് തരാൻ പറയണം. അത് ഫൈനാൻസ് സെക്രട്ടറിയാണ് രസീത് തരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫൈനാൻസ് സെക്രട്ടറി ആണോ എന്ന് ചോദിക്കണം. അതാണ് വിഷയം. അപ്പം അതിന് കൃത്യമായിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യം ദൈവത്തിന് കൊടുക്കണം. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ പേരിൽ പൈസ ചോദിക്കുകയോ അങ്ങനെ ഒരു വിഷയം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇവിടുത്തെ ഒരു സാമ്പത്തിക സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഒരു സ്വസ്ത്രക്കാഴ്ച പോലും എടുക്കണില്ല, ഒരു കുർബാന പണം പോലും എഴുതി വെച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ഞങ്ങളെ കൃപാസനം വെച്ച് മുതലാക്കുന്നുണ്ടെങ്കിൽ ആ സാത്താൻ്റെ പ്രവർത്തനം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എൻ്റെ അപേക്ഷ. ലോകത്തിൽ എവിടെ ഇരുന്നും അമ്മയുടെ മുമ്പിൽ തിരിതിരച്ച് പ്രാർത്ഥിക്കാൻ www.kripasanam.mariashrine.com ലെറ്റക്കാൻ്റെ പെരഗസിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവരും മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. 5 മിനിറ്റ് ഇവിടെ നിശബ്ദ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ, ഉടമ്പടി ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എല്ലാം മാതാവിന് എൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകുർബാനയിൽ സമർപ്പിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് ഞങ്ങളെ സാക്ഷികളാക്കണമേ. ഈ ഈ പീഠത്തിൽ കയറി സാക്ഷ്യം പറയാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം മേടിക്കുക. മൗനമായി ഒരു നിമിഷം ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒരിക്കൽ കൂടി ദിവ്യാരണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. ആവേ